ഭരണകൂട നിസ്സംഗത. 118 വർഷം പഴക്കമുള്ള കശ്മീരിലെ മിഷണറി സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയുടെ നടുവിൽ. വടക്കൻ കശ്മീരിൽ ആയിരങ്ങൾക്ക് വിദ്യാഭ്യാസം പകരുന്നതിൽ നിർണായക പങ്കുവഹിച്ച മിഷണറി സ്കൂൾ ഭരണകൂട വേട്ടയാടലിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിൽ. 118 വർഷം പഴക്കമുള്ള വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുള്ള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഭരണകൂടത്തിന്റെ നിസ്സംഗത പുലർത്തുന്ന നിലപാടിനെ തുടർന്ന് ഭീഷണി നേരിടുന്നത്. സ്കൂൾ അഡ്മിനിസ്ട്രേഷന് ഭൂമി പട്ടയം പുതുക്കി നൽകാത്തതിനെ തുടർന്ന് സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കിൻഡർഗാർട്ടൻ മുതൽ 12 വരെ 3000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഇത്. ഭൂമി പാട്ടത്തിന്റെ രേഖകളില്ലാത്തതിനാൽ ബോർഡ് പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യാൻ അധികാരികൾ വിസമ്മതിച്ചതായാണ് റിപ്പോർട്ട്. 1905-ലാണ് സ്കൂൾ മാനേജ്മെന്റ് അധികാരികൾ പാട്ടത്തിനെടുത്ത സർക്കാർ ഭൂമിയിൽ സ്കൂൾ സ്ഥാപിച്ചത്. ഭൂമിയുടെ പാട്ടം കാലഹരണപ്പെടുന്നതിന് മുമ്പ് തന്നെ പുതുക്കുന്നതിനായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിനെ സമീപിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഭൂമിയുടെ പാട്ടത്തിന്റെ കാലാവധി 2018 അവസാനിച്ചു. ബാരാമുള്ളയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ശുപാർശ ഉൾപ്പെടെയുള്ള ഫയൽ 2022 ഏപ്രിൽ മുതൽ കശ്മീരിലെ ഡിവിഷണൽ കമ്മീഷണറുടെ ഓഫീസിൽ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു. 2022 ജമ്മു കാശ്മീരിലെ ഗവർണർ ഭരണകൂടം സ്വകാര്യ സ്കൂളുകൾ ഭൂമിയും കെട്ടിടങ്ങളും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾക്കായി 2002 വിദ്യാഭ്യാസ നിയമത്തിന് കീഴിലുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരുന്നു. ഇതേ തുടർന്ന് സർക്കാർ ഭൂമിയിൽ സ്ഥാപിതമായ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും എൻറോൾ ചെയ്ത കുട്ടികളുടെ വിദ്യാഭ്യാസം അവിടെ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു. അധികാരികൾ ഭൂമി പാട്ടം പുതുക്കാത്തതിനാൽ ബോർഡ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യാൻ സ്കൂൾ വിദ്യാഭ്യാസ ബോർഡ് വിസമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തതിനാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന് റിപ്പോർട്ട്. ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക് നേരെ BJP ഗവൺമെന്റ് നടത്തുന്ന വേട്ടയാടലിന്റെ ഒടുവിലത്തെ ഉദാഹരണമായാണ് സംഭവത്തെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്.